ഹായ് നമസ്കാരം, അലിൻ ജോസ് പെരേരയാണ്, നിങ്ങളുടെ സ്വന്തം സോഷ്യൽ മീഡിയ താരം. അപ്പോൾ നമ്മുടെ നാദർശിക സംവിധാനം ചെയ്തിട്ടുള്ള പുതിയ സിനിമ വൺസ് അപ്പോൺ ടൈം ഇന്നലെ മുതൽ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് ബുക്ക് ചെയ്യുക, വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്യുക. കാരണം ഹൗസ്ഫുൾ ഷോസ് ആണ് ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, ബഹ്റിൻ വരെ സിനിമകളുണ്ട്, ബഹ്റിൻ ദുബായിലൊക്കെ ഉണ്ട് സിനിമ, കൊച്ചിയിലും ഉണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട് വൺസ് അപ്പോൺ ടൈം കൊച്ചി. അപ്പോൾ വൺസ് അപ്പോൺ ടൈം കൊച്ചി എന്ന സിനിമയിൽ ഒരു ചെറിയൊരു ഭാഗമാവാൻ പറ്റി. കാരണം ഒരു ചെറിയ സീനിൽ എന്നെ കാണിക്കുകയുണ്ടായി, ചെറിയൊരു പ്രസൻസ് ഉണ്ട് അലിൻ ജോസ് പെരേരക്ക് ഈ സിനിമയിൽ. അതുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക, അലിൻ ജോസ് പെരേരയെ സ്നേഹിക്കുന്ന ഫാൻസും സിനിമ കാണാൻ ശ്രമിക്കുക. പിന്നെ അടിച്ചു കയറി വാടാ മക്കളെ, ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ദുബായ് ജോസ് അഥവാ റിയാസ് ഖാൻ, മലയാള സിനിമയുടെ വില്ലൻ കഥാപാത്രങ്ങളുടെ ശ്രദ്ധേയനായ റിയാസ് ഖാൻ ക്ലൈമാക്സ് സീക്വൻസിൽ അഭിനയിച്ചൊരു വ്യക്തിയാണ്. നമ്മുടെ റിയാസ് ഖാന്റെ ഗൺ ഷോട്ടും വില്ലൻ ലുക്കും എല്ലാം കൊണ്ട് തന്നെ വ്യത്യസ്തമാണ് വൺസ് അപ്പോൺ എ ടൈം കൊച്ചി. പിന്നെ നമ്മുടെ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ഡ്രാക്കുള സുധീർ ഏട്ടൻ, ബയ്യ, പിന്നെ നമ്മുടെ CAD മൂസ എന്ന സിനിമയ്ക്കും മര്യാദരാമനും ശേഷം മികച്ചൊരു വില്ലൻ വേഷമാണ് ചെയ്തിരിക്കുന്നത് ഡ്രാക്കുള സുധീർ. ഗംഭീരമാക്കിയിട്ടുണ്ട് വൺസ് അപ്പോൺ ടൈം കൊച്ചിയിൽ. നാദർശിക ഗംഭീരമായിട്ട് ഇവരെയൊക്കെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ജാഫർ ഇടുക്കിയൊക്കെ ക്യാരക്ടർ വേഷം കൊണ്ട് ഒരു രക്ഷയില്ല മച്ചാമാരെ. പിന്നെ ഷൈൻ ടോം ചാക്കോ, വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമാ നടൻ്റെ പെർഫോമൻസ് ആണ് ഷൈൻ ടോം ചാക്കോ സാറ് ചെയ്തിരിക്കുന്നത്. ഒരു പടത്തലവൻ എന്ന സിനിമയുടെ നായകനായിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. ഗംഭീരമാണ് വൺസ് അപ്പോൺ ടൈം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട, മിസ് ചെയ്യാത്ത ഒരു സിനിമയായിരിക്കണം. കാരണം ഗംഭീരമായിട്ടും നാദർശിക മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി നടക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും സെന്റിമെന്റ്സും ത്രില്ലിങ്ങും ഒരു പോലീസ് സ്റ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷൻ ഇൻവെസ്റ്റിഗേഷനും ഒരു ആനന്ദ് എന്ന പോലീസുകാരനായിട്ട് നമ്മുടെ അർജുന അശോകൻ ചേട്ടൻ ഗംഭീരമായിട്ട് പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. അർജുന അശോകൻ ചേട്ടൻ്റെ ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മികച്ച ഫൈറ്റാണ്. ഫൈറ്റിൽ അർജുന അശോകൻ ചേട്ടൻ ആറാടുകയാണ്, തിമിർത്താടുകയാണെന്ന് തന്നെ പറയാം. പിന്നെ മുബിൻ റാഫിയുടെ ആദ്യത്തെ നായക വേഷം ഗംഭീരമാക്കി. മുബിൻ റാഫിയാണ് സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്. റാഫി സാറിൻ്റെ മകൻ മുബിൻ റാഫി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാദർശിക്കാൻ്റെ അനിയൻ സമ്മതിക്ക ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സമ്മതിക്ക ഒരു ഉയർന്ന പോലീസ് റാങ്കിലുള്ള ഓഫീസറായിട്ട് മികച്ച റോളാണ്. നമ്മുടെ അർജുന അശോകനുമായിട്ടുള്ള കോംബോ ഒക്കെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ കണ്ടേ ഒരു ആകാശത്തൊരു മുല്ലപ്പൂവുണ്ട്. അപ്പോൾ നല്ല ഒരു വെറൈറ്റി സോങ് ആണ്. കല്യാണ പാട്ടൊക്കെ ഉണ്ട്, പിന്നെ റൊമാൻറ്റിക് സോങ് ഉണ്ട്, പിന്നെ ത്രില്ലിംഗ് സോങ് ഉണ്ട്. BGM ഒക്കെ മികച്ചാണ്. സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും VFX ആണെങ്കിലും ഗ്രാഫിക്സ് ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ ഒരു പൂർണ്ണതയുള്ള സിനിമയാണ്. നമ്മുടെ അമർ അക്ബർ, അന്തോണി കട്ടപ്പന, ഋത്തികോഷം, ഏറനാം ഷാജി, കേശുവിൻ്റെ നാഥൻ എന്ന സിനിമയ്ക്ക് ശേഷം നാദർശിക്കാൻ്റെ ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവ് ചിത്രമാണ് വൺസ് അപ്പോൺ ടൈം കൊച്ചി. എല്ലാ ആർട്ടിസ്റ്റുകളും മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കൊച്ചി നടക്കുന്ന അതിസാഹസികമായിട്ടുള്ളൊരു മയക്കുമരുന്നിൻ്റെയും ഡ്രഗ് മാഫിയുടെയും സംഭവ വികാസം ഇന്നത്തെ സ്കൂൾ കാലങ്ങളിൽ കുട്ടികളുടെ ഇടയിലും സംഭവിച്ചു പോകുന്ന അതിസാഹസികമായിട്ടുള്ള പ്രശ്നങ്ങളെ അതിഗംഭീരമായിട്ടും മെസ്സേജുള്ള സിനിമയാണ്. മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയൊക്കെ ഒരു പ്രശ്നരൂക്ഷമായിട്ടുള്ള സാഹചര്യമാണ് കൊച്ചിയിലെ ഒരു അതിസാഹസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സിനിമ സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുക, അതിന് മയക്കുമരുന്നിൽ നിന്നുള്ള വിമുക്തി കിട്ടുക, പുകവലിക്കുകയും വിമുക്തി കിട്ടുന്ന ഒരു മെസ്സേജുള്ള സിനിമയാണ്. പിന്നെ ദേവിക സഞ്ജയ് എന്ന നായിക മികച്ചതായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടി എന്ന് പറയില്ല, ഒരു വലിയ ഒരു നായിക പെർഫോമൻസ് തന്നെയാണ്. ഞാൻ പ്രകാശൻ, നമ്മുടെ ജയറാമേട്ടൻ, മീരയാസ്മിൻ ചിത്രമായിട്ടുള്ള മകൾ എന്ന സിനിമയ്ക്കും ശേഷം വ്യത്യസ്തമായിട്ടുള്ള റോളാണ്. മുബിൻ റാഫിയിലൂടെ ആദ്യമായിട്ട് അഭിനയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരു കുറേ സിനിമയിൽ അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് പോലെയാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണേണ്ട, മിസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം നമ്മുടെ അടിച്ചു കയറി വാടാ മക്കളെ, റിയാസ് ഖാൻ ഒരു രക്ഷയില്ല. റിയാസ് ഖാൻ്റെ ഗംഭീരമായിട്ടുള്ള സ്ക്രീൻ പ്രസൻസ് സിനിമയിൽ വർക്കൗട്ടായി പോയിട്ടുണ്ട്. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നൊരു സിനിമയാണ്. കാരണം ജോണി ആന്റണി ചേട്ടനൊക്കെ ഒരു രക്ഷയില്ലാത്ത ഇമോഷണൽസ് രംഗങ്ങളാണ് ഒരു അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായ ലുക്കാണ് ജോണി ആന്റണി ചേട്ടൻ്റെ സിനിമയിൽ. പിന്നെ സ്മിനു സിജോ ഒക്കെ ഗംഭീരമായിട്ടും അമ്മവേഷം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയൊക്കെ ഒരു കംപ്ലീറ്റ് ഫാമിലി ത്രില്ലിംഗ്, ഫൺ, എൻ്റർടൈൻമെൻറ്റ്, ത്രില്ലിംഗ്, ഒരു പോലീസ് സ്റ്റേഷൻ ഇൻവെസ്റ്റിഗേഷൻ കഥ കൂടിയാണ് വൺസ് അപ്പോൺ ടൈം കൊച്ചി. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണേണ്ട, മിസ് ചെയ്യാത്ത ഒരു സിനിമയാണ്.
ഒരു ഗംഭീരമായിട്ടുള്ള നാദർശിക്കാൻ്റെ ഒരു കംബാക്ക് ആണ്. അമ്മാർ അക്ബർ അന്തോണിക്ക് ശേഷം നാദർശിക്കാൻ്റെ ഗംഭീരമായിട്ടുള്ളൊരു കംബാക്ക് ചിത്രമാണ് നമ്മുടെ വൺസ് അപ്പോൺ ടൈം കൊച്ചി. പാട്ടുകളും 3-4 ഉണ്ട്, അതൊക്കെ ഗംഭീരമാണ്. റേറ്റിംഗ് 5ൽ 4.5.